നമ്മളിന്ന് നോക്കാൻ പോകുന്നത് MA സൈക്കോളജി ഇഗ്നോയിലെ MA സൈക്കോളജിയിലെ സെക്കൻഡ് ഇയറിലെ സൈക്കോ പതോളജി എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. ഇതിലെ ഒന്നാമത്തെ ബ്ലോക്കിലെ യൂണിറ്റ് 1 ഡിഫറെൻ്റ് അപ്രോച്ചസിനെ പറ്റി പറയുന്നുണ്ട്. അപ്രോച്ചുകളാണ് നോക്കുന്നത്. 3 അപ്രോച്ചുകളാണുള്ളത്. ഒന്ന് സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ചുണ്ട്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചുണ്ട്, പിന്നെ ബിഹേവിയർ അപ്രോച്ചുണ്ട്. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ബിഹേവിയർ അപ്രോച്ചാണ്. ഇത് പൊതുവേ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടാണ് ചോദിച്ച് കാണുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കണം. ഇപ്പോൾ ഞാൻ ഈ നോട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഇഗ്നോയുടെ ടെസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പക്ഷേ ഇഗ്നോയുടെ ടെസ്റ്റിനകത്ത് ഈ മെൻ്റൽ ഡിസോർഡർ ഡെവലപ്പ് ചെയ്ത് വരുന്നതിനെ സംബന്ധിച്ച് അത്ര കാര്യമായിട്ട് പറയുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം സൈക്കോ പതോളജിയാണ് പഠിക്കുന്നത്. ഈ സൈക്കോ പതോളജി പഠിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് എങ്ങനെയാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് മനുഷ്യൻ്റെ മെൻ്റൽ ഡിസോർഡറുകളെ കാണുന്നത്, അതെങ്ങനെയാണ് ഉണ്ടായി വരുന്നതെന്ന് മനസ്സിലാക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ ടെക്സ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും കൂടെ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചധികം പ്രിൻസിപ്പിൾസിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിൻസിപ്പിൾസ് എന്ന നിലയിൽ കൊടുത്തിട്ടില്ലെങ്കിൽ കൂടിയും അതൊക്കെ നമുക്കറിയാം. ഹ്യൂമനിസ്റ്റിക് തിയറിയുടെ അല്ലെങ്കിൽ അപ്രോച്ചിൻ്റെ ചില പ്രിൻസിപ്പിൾസാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് മനസ്സിലാകും. പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മെൻ്റൽ ഡിസോർഡറിൻ്റെ കാരണത്തെ ജസ്റ്റ് ഒന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് അവർ പറയുന്ന കാര്യം ഇതാണ്: ഇൻകോൺഗ്രുവൻസി ബിറ്റ്വീൻ ഐഡിയൽ സെൽഫ്, റിയൽ സെൽഫ് ആൻഡ് ഓർഗനിസം സെൽഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് കാരണം. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് അത് മെൻഷൻ ചെയ്ത് പോവുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ തെറാപ്പിക് മെത്തേഡ് എങ്ങനെയാണ്. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്രിറ്റിസിസം. പല ആളുകളും ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യങ്ങളിലേക്ക് പോകാം. ഒന്നാമതായിട്ട് ഇതിനകത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഹ്യൂമനിസ്റ്റിക് ഫിലോസഫിയെ ബേസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. എന്താണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്താണ് ഹ്യൂമനിസ്റ്റിക് ഫിലോസഫി? അതായത് ഹ്യൂമനെ സെൻറ്ററിൽ നിർത്തിക്കൊണ്ട് കാര്യങ്ങളെ കാണുന്നതിനെയാണ് നമ്മൾ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. അവിടെ മനുഷ്യൻ്റെ ഡിഗ്നിറ്റി, മനുഷ്യൻ്റെ റൈറ്റ്സ്, മനുഷ്യനാണ് ഏറ്റവും കേന്ദ്രമായിട്ട് തന്നെ വരുന്നത് തെറാപ്പിക്കകത്ത് തന്നെ അല്ലെങ്കിൽ ആ അപ്രോച്ചിനകത്ത് തന്നെ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബേസിക് ആയിട്ടുള്ള ചില അസംഷൻസ് അതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഒരു ഫിലോസഫിയെ ബേസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു അപ്രോച്ചിനെ ആണ് നമ്മൾ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട 2 ഫിഗേഴ്സാണ് ഉള്ളത്. ഒന്ന് മാസ്ലോയും രണ്ടാമത് കാൾ റോജേഴ്സും. അപ്പോൾ നമുക്ക് മാസ്ലോയെ സംബന്ധിച്ച് ഇന്ന് അത്ര വലിയ ഡിസ്കഷൻ നടത്തേണ്ട ആവശ്യമില്ല. കാൾ റോജേഴ്സിനെ സംബന്ധിച്ചാണ് നമ്മൾക്ക് കൂടുതലായിട്ട് നോക്കേണ്ടതായിട്ടുള്ളത്. അപ്പം നമുക്ക് ഒന്നാമത്തെ ഇതിലേക്ക് തന്നെ പോകാം. ഞാനിവിടെ പ്രിൻസിപ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഈ പ്രിൻസിപ്പിൾസ് നമുക്ക് വഴിയെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ പ്രിൻസിപ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല. ആദ്യമായിട്ട് നമുക്ക് പോകാനുള്ളത് എങ്ങനെയാണ് ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ ഡെവലപ്പ് ചെയ്ത് വരുന്നത് എന്നാണ്. അപ്പം സൈക്കോളജിക്കൽ ഡിസോർഡർ ഡെവലപ്പ് ചെയ്ത് വരുന്നതെന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ സെൽഫും അതുപോലെ തന്നെ ആക്ച്വൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം ഓർഗനിസം സെൽഫുണ്ട്, അതും തമ്മിലുള്ള ഇൻകോൺഗ്രുവൻസിയാണ് സൈക്കോളജിക്കൽ ഡിസോർഡർ വളർന്നു വരാനായിട്ട് കാരണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചൊന്നും മനസ്സിലായി കാണത്തില്ലായിരിക്കും പല ആൾക്കാർക്കും. അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമതായിട്ട് നമ്മുടെ സെൽഫ് എന്താണ്? നമ്മുടെ സെൽഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് 3 തരത്തിലുള്ള സെൽഫുകളുണ്ടെന്നാണ് റോജേഴ്സ് പറയുന്നത്. 1 ഐഡിയൽ സെൽഫ്, 2 റിയൽ സെൽഫ്, 3 ഓർഗനിസം സെൽഫ്. എന്താണ് ഐഡിയൽ സെൽഫ് എന്ന് നോക്കാം. ഐഡിയൽ സെൽഫ് എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് എന്താണോ ആകാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിനെയാണ് നമ്മൾ ഐഡിയൽ സെൽഫ് എന്ന് പറയുന്നത്. ദിസ് ടൈം റെഫേഴ്സ് ടു ദി പേഴ്സൺ വി വുഡ് ലൈക്ക് ടു ബി. കേട്ടോ? അപ്പോൾ നമ്മൾ ഐഡിയലായിട്ടുള്ള നമ്മുടെ വാല്യൂസ്, നമ്മുടെ ക്വാളിറ്റീസ്, ഇതെല്ലാം തന്നെ ഈ ഐഡിയൽ സെൽഫിനകത്താണ് വരുന്നത്. ഇനി നമ്മുടെ സെൽഫ് കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. നമ്മുടെ സെൽഫ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആരാണ്, നമ്മുടെ എബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള
നമ്മുടെ നിലവിലുള്ള അറിവിനെയാണ് നമ്മൾ സെൽഫ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ടുള്ള ഒരു സെൽഫുണ്ട്, ഓർഗനിസമിക് സെൽഫ്. ഓർഗനിസമിക് സെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒതൻറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, ഫീലിംഗ്, അതിനെയൊക്കെയാണ് നമ്മൾ ഓർഗനിസമിക് സെൽഫ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള ആ ഒരു ഫീലിങ്ങിനെയും ആ ഒരു എക്സ്പീരിയൻസിനെയൊക്കെയാണ് നമ്മൾ ഓർഗനിസമിക് സെൽഫ് എന്ന് പറയുന്നത്. ഈ ഓർഗനിസം സെൽഫിൻ്റെ ചില പാർട്ടുകൾ നമുക്ക് അറിയാതിരിക്കാം, ചില പാർട്ടുകൾ അറിയാതെയും ഇരിക്കാം. ഓക്കെ, അങ്ങനെ 3 തരത്തിലുള്ള സെൽഫുകളുണ്ടെന്നാണ് ഈ കാൾ റോജേഴ്സ് പറയുന്നത്. അപ്പോൾ ഇത് തമ്മിൽ ഒരു ഇൻകോൺഗ്രുവൻസി ഉണ്ടാവുമെന്ന് പറഞ്ഞു. എന്താണ് ഇൻകോൺഗ്രുവൻസി? ഇൻകോൺഗ്രുവൻസി എന്ന് പറഞ്ഞാൽ This occurs when there is a discrepancy between our self-concept and our ideal self. അതായത് നമ്മുടെ ഈ സെൽഫ് തമ്മിൽ പറഞ്ഞല്ലോ, അത് തമ്മിലൊരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്പൻസി ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഇൻകോൺഗ്രുവൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഈ കീ ടേമുകളെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പം ഈ ഒരു ഇൻകോൺഗ്രുവൻസിയാണ് നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണമാകുന്നതെന്ന് പറയും. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഈ ഇൻകോൺഗ്രുവൻസി ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പം ഈ ഒരു തിയറി, ഈ ഒരു ഫിലോസഫിയുടെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ, അവർ ഒന്നാമത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസ് ആർ ബേസിക്കലി ഇന്നേറ്റീവ്ലി ഗുഡ് എന്നാണ് പറയുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഗുഡ് എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഗുഡായിട്ടുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് നെഗറ്റീവാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അവന് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഗൈഡൻസ് നെഗറ്റീവാണെന്ന് വിചാരിക്കുക. അതായത് ഇപ്പം മറ്റുള്ളവരുടെ ഒരു ഇൻഫ്ലുവൻസ്, നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഗൈഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഒരു കുട്ടിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്നേഹം വേണം, അക്സെപ്റ്റൻസ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഈ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, മറ്റുള്ള ആളുകൾ പറയുന്ന ചില ക്രൈറ്റീരിയയ്ക്കനുസരിച്ച് ബിഹേവ് ചെയ്ത് വരണം. ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന ആ ഒരു ക്രൈറ്റീരിയ, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ക്രൈറ്റീരിയയ്ക്കനുസരിച്ച് ബിഹേവ് ചെയ്താലേ സ്നേഹം കിട്ടത്തുള്ളൂ എന്ന് പറയുന്ന കാര്യത്തെ പറയുന്നതാണ് പോസിറ്റീവ് റിഗാർഡ്സ് എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം, കണ്ടീഷൻഡ് പോസിറ്റീവ് റിഗാർഡ്സ് എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവർ ചില കണ്ടീഷൻസ് നമുക്ക് മുന്നിൽ വെക്കും. ആ കണ്ടീഷൻ നമ്മൾ പാലിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുകയോ നമ്മളെ സ്നേഹിക്കുകയോ ഒക്കെ ചെയ്യത്തുള്ളൂ. അപ്പം ഈ ഒരു കണ്ടീഷൻസ് നമ്മുടെ ഒതൻറ്റിക്കായിട്ടുള്ള നമ്മുടെ സെൽഫുമായിട്ട് മാച്ച് ചെയ്ത് പോകണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഓക്കെ, അപ്പം മാച്ച് ചെയ്ത് പോവാതിരിക്കുമ്പം നമ്മൾ എന്തു ചെയ്യും? നമുക്ക് സ്നേഹമാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഈ പറയുന്ന ആളുകൾ പറയുന്ന വിധത്തിൽ നമ്മൾ കുറേയൊക്കെ നമ്മുടെ സെൽഫിനകത്ത് മാറ്റങ്ങൾ വരുത്താനും നമ്മൾ ആ ഒരു ഡിമാൻഡിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകാനൊക്കെ നമ്മൾ ഫോഴ്സ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ നമ്മൾ അതൊക്കെ നമ്മുടെ സെൽഫിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഓർഗനിസം സെൽഫും ഐഡിയൽ സെൽഫും തമ്മിലുള്ള റിയൽ സെൽഫും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് വളർന്നു വരുന്നതിന് കാരണമാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഈ ഗ്യാപ്പ് വളർന്നു വരുമ്പോഴത്തേക്കും ഇത് എത്രത്തോളം ഗ്യാപ്പ് ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് മെൻ്റൽ പ്രോബ്ലംസ് കൂടി വരും എന്നാണ് ഈ ഒരു തെറാപ്പി അല്ലെങ്കിൽ ഈ ഒരു അപ്രോച്ച് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പം ഇങ്ങനെ നമ്മുടെ ഒരു ഗ്യാപ്പ് വരുമ്പോൾ നമുക്കൊരു ആങ്സൈറ്റി ഫീൽ ചെയ്യും. ഈ ആങ്സൈറ്റിയെ ഫീൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളതിനെ എന്ത് ചെയ്യണം? അതിന് മാനേജ് ചെയ്ത് പോകാൻ വേണ്ടി ചില ഡിഫെൻസീവ് ബിഹേവിയറുകൾ നമ്മൾ മുന്നോട്ട് വെക്കും. അപ്പം ആ ഡിഫെൻസീവ് ബിഹേവിയർ എന്താണെന്ന് നോക്കിയാൽ ആക്ഷൻ ടേക്കൻ ടു പ്രൊട്ടക്റ്റ് വൺസെൽഫ് ഫ്രം ദി പ്രിസീവ്ഡ് ത്രെഡ് ടു വൺ സെൽഫ് കൺസെപ്റ്റ് ഓർ ഇമോഷണൽ വെൽബീങ്. ഇതിനെയാണ് നമ്മൾ ഡിഫെൻസീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഡിഫെൻസീവ് ബിഹേവിയറായിട്ട് നമ്മൾ 2 കാര്യങ്ങൾ ചെയ്യും. ഒന്നെങ്കിൽ ഡിസ്ട്രാക്ഷൻ ചെയ്യും, അല്ലെങ്കിൽ ഡിനയൽ ചെയ്യും.
ഡിസ്ട്രോക്ഷൻ എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ ആ ഒരു റിയാലിറ്റീനെ നമ്മളങ്ങ് ഡിസ്ട്രോക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡിസ്ട്രോക്റ്റ് ചെയ്തിട്ടുള്ള റിയാലിറ്റി ആയിരിക്കും നമ്മളത് എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ നമ്മളങ്ങ് ഡിനൈ ചെയ്യും. ഓക്കെ, ഇങ്ങനത്തെ 2 രീതിയിലുള്ള ഡിഫെൻസീവ് മെക്കാനിസംസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ഒരു വ്യക്തിക്ക് ഉണ്ടായി വരുന്നത് എന്നാണ് ഈ ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽ എങ്ങനെയായിരിക്കും? മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽ എങ്ങനെയായിരിക്കും? അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ബേസിക്കലി അയാൾക്ക് ഈ 3 ലെവൽസ് ഉണ്ടല്ലോ നമ്മുടെ സെൽഫിനെ സംബന്ധിച്ച്. ആ സെൽഫുകൾ തമ്മിൽ പ്രത്യേകിച്ച് ഒരു ഡിസ്ക്രിപ്പൻസി, വലിയ ഗ്യാപ്പ് ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ ഈ 3 സെൽഫുകൾ, ഐഡിയ സെൽഫ്, റിയൽ സെൽഫ്, പിന്നെ നമ്മുടെ ഓർഗനിസമിക് സെൽഫ്, ഈ 3 സെൽഫുകൾ കോൺഗ്രുവൻ്റ് ആയിരിക്കും. അതായത് യാതൊരു ഡിസ്ക്രിപ്പൻസി അല്ലെങ്കിൽ ഇവ തമ്മിൽ യാതൊരു ഗ്യാപ്പും ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ വലിയ ഗ്യാപ്പ് ഉണ്ടാവത്തില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളാണ് ഹെൽത്തി ഇൻഡിവിജ്വലായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ തെറാപ്പിക്കകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പം നമ്മൾ ഈ ഒരു ആളുടെ ഈ ഡിസ്ക്രിപ്പൻസിയെ കുറച്ചുകൊണ്ട് വരിക എന്നുള്ള കാര്യമാണ് തെറാപ്പിക്കകത്ത് ചെയ്യുന്നത്. അങ്ങനെ ഒരാളുടെ സൈക്കോളജിക്കൽ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പിയുടെ ഏറ്റവും അടിസ്ഥാനമാക്കിയുള്ള ഒരു കാരണം. ഇപ്പം നമ്മൾ കാർൽ റോജേഴ്സിൻ്റെ തെറാപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരാളുടെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് കുറച്ചുകൊണ്ട് വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു തെറാപ്പി കണ്ടക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതിന് അയാളുടെ ഈ പ്രശ്നത്തെ പരിഹരിച്ചു കൊണ്ട് വരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാകണം, അല്ലെങ്കിൽ ആ സെറ്റിങ് അങ്ങനെ ആയിരിക്കണം. അപ്പോൾ ഒന്നാമതെന്ന് പറഞ്ഞാൽ നമ്മുടെ തെറാപ്പിസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്സ് ഉണ്ടായിരിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ്, നിങ്ങൾ പഠിച്ചു വെക്കുക. അതായത് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് പറഞ്ഞാൽ ഈ തെറാപ്പിസ്റ്റ് നമ്മുടെ മുന്നിൽ വരുന്ന ക്ലയൻറ്റിനെ യാതൊരു തരത്തിലും ജഡ്ജ് ചെയ്യാതെ അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കണം നമ്മുടെ തെറാപ്പിസ്റ്റിന് ക്ലയൻറ്റിനോട് ഉണ്ടാവേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എമ്പതി എന്നാണ് പറയുന്നത്. അതായത് ക്ലയൻറ്റിൻ്റെ ഫീലിംഗ് എന്താണോ അത് നമുക്ക് ക്ലയൻറ്റിൻ്റെ സിറ്റുവേഷനിൽ നിന്ന് കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. ഓക്കെ, മൂന്നാമത്തതാണ് ജെനുവിൻനെസ് എന്ന് പറയുന്നത്. ജെനുവിൻനെസ് എന്ന് പറഞ്ഞാൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും ഒതൻറ്റിക് ആയിട്ടുള്ള, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ആ ഒരു ക്ലയൻറ്റിനോട് ഉണ്ടാവണം എന്നാണ് ഈ ജെനുവിൻനെസ് പറയുന്നത്. ഈ 3 ക്വാളിറ്റീസ് ഉള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മുടെ കാർൽ റോജേഴ്സ് ഒരു തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് എന്ന് വിളിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു റിലേഷൻഷിപ്പിലൂടെ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു ക്ലയൻറ്റിൻ്റെ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ഇനി ഈ ഒരു തെറാപ്പി ഡെവലപ്പ് ചെയ്ത് വന്നതിൻ്റെ പിന്നിൽ കുറേയധികം അസംഷൻസ് ഉണ്ട്. ഒന്നാമത്തെ അസംഷൻ എന്ന് പറഞ്ഞാൽ ആരാണോ വ്യക്തി, ആൾക്കാണോ വ്യക്തി, ഇപ്പം ക്ലയൻ്റാണ് നമ്മുടെ മുന്നിൽ വരുന്ന പ്രശ്നക്കാരൻ അല്ലെ പ്രോബ്ലം ഉള്ള ആൾ, അയാളായിരിക്കണം അയാളുടെ പ്രശ്നത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത്, അല്ലെ റെസ്പോൺസിബിൾ അയാളാണ് എന്നുള്ള. അപ്പം ആ ഒരു പ്രശ്നം ഉണ്ടായതും ഉള്ള ഒരു റീസൺ കൊണ്ടാണ്. അപ്പോൾ ആ പ്രശ്നത്തെ പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ആ ആൾക്ക് തന്നെയാണ്. അപ്പോൾ തെറാപ്പിസ്റ്റിൻ്റെ റോൾ എന്താണ് ഇവിടെ? തെറാപ്പിസ്റ്റിൻ്റെ റോളെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് ആ വ്യക്തിയെ, നമ്മുടെ മുന്നിൽ വരുന്ന ക്ലയൻറ്റിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പം തെറാപ്പിസ്റ്റ് അവിടെ ഹെൽപ്പ് ചെയ്യുകയും ക്ലയൻ്റ് ആയിരിക്കും എന്തു ചെയ്യും, ആ ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഈ തെറാപ്പിനെ വിളിക്കുന്ന പേര് നോൺ ഡയറക്റ്റീവ് അപ്രോച്ച് എന്നും കൂടെ വിളിക്കാറുണ്ട്. ഇത് പണ്ട് ഉപയോഗിച്ചിരുന്ന ടേമാണ്, പക്ഷേ എങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പിനെ ഇപ്പോഴും അറിയപ്പെടുന്നത് നോൺ ഡയറക്റ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് എന്നാണ്. കാരണം തെറാപ്പിസ്റ്റിന് പ്രത്യേകിച്ച് ഒരു ഇൻറ്റൻഷനൊന്നുമില്ല, ക്ലയൻ്റാണ്
സൊല്യൂഷൻ കണ്ടെത്തുന്നു, അയാൾ പ്രോബ്ലം എന്തെന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത്. തെറാപ്പിസ്റ്റ് എന്താണ് ചെയ്യുന്നത്? ഇതിനെ സഹായിക്കുക, ക്ലയൻറ്റിനെ സഹായിക്കുക എന്നുള്ള റോളാണ് തെറാപ്പിസ്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യമാണ് ഒരു ഇൻഡിവിജ്വലിന് എത്ര വേണമെങ്കിലും വളരാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഒരു ഇൻഡിവിജ്വലിന് ഏതൊരു സമയത്തും അയാളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത്. ഇപ്പോൾ പല തെറാപ്പികളും നമ്മൾ മുമ്പ് നോക്കിയിട്ടുള്ള, ഇപ്പം സൈക്കോ അനലിറ്റിക്കൽ തെറാപ്പിക്ക് നോക്കിയിട്ടുള്ളതാണ്. അവരുടെ അൺകോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങളാണ് അയാളുടെ പ്രശ്നത്തെ കാരണമാകുന്നത്. കോൺഷ്യസ് എഫേർട്ട് കൊണ്ട് അത് മാറ്റാൻ പറ്റത്തില്ല എന്നാണ് അതിനകത്തൊക്കെ പറയുന്നത്. പക്ഷേ എന്നാൽ ഈ ഒരു തെറാപ്പിക്കകത്ത് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ്റെ കോൺഷ്യസ് എഫേർട്ട് ഉണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ പ്രശ്നത്തെ പരിഹരിച്ചുകൊണ്ട് വളരാനായിട്ടുള്ള കഴിവുണ്ട്. എങ്ങോട്ട് വളരാനായിട്ട്? ഒരു ഫുള്ളി ഫങ്ഷനായിട്ടുള്ള പേഴ്സണായിട്ട് മാറാനായിട്ടുള്ള സാധിക്കുമെന്നാണ് ഈ തെറാപ്പിയുടെ മറ്റൊരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഫ്രീ വിൽ എന്നാണ് പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ, എല്ലാ ആളുകളും ഇൻഹെറൻ്റ്ലി ഗുഡ് ആണെന്നുള്ള, എല്ലാ മനുഷ്യനും ഇൻഹെറൻ്റ്ലി ഗുഡാണ്. പക്ഷേ അവൻ്റെ സിറ്റുവേഷനാണ് അവൻ്റെ പ്രശ്നത്തിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ സിറ്റുവേഷനെ മാറ്റി കൊടുത്താൽ അയാൾ വീണ്ടും ആ ഒരു ഗുഡ്നെസ് പുറത്തോട്ട് വരികയും അയാൾക്ക് ഗ്രോ ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, ഇനി നമ്മുടെ തെറാപ്പി വർക്ക് ചെയ്യുന്നത് ഹിയർ ആൻഡ് നൗ ആയിട്ടാണ്. ഹിയർ ആൻഡ് നൗ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയാളുടെ പ്രശ്നം എന്താണെന്നുള്ളത് നമ്മൾ ഇവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ ആണ് പ്രശ്നമായിട്ട് കാണുന്നത്. നമ്മൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ സൊല്യൂഷനും ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു തെറാപ്പിനെ ഹിയർ ആൻഡ് നൗ ആയിട്ടുള്ള ഒരു തെറാപ്പി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഒരു തെറാപ്പിയുടെ ഒരു ക്വാളിറ്റിയാണ് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച്. അതായത് ഹ്യൂമനിസം തന്നെ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ കാണുന്നത് ഒരു ഹോളിസ്റ്റിക് വ്യൂവിലാണ് കാണുന്നത്. ഇപ്പം അയാളുടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ഹോളിസ്റ്റിക്കിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരാളൊരു ബിഹേവിയർ ചെയ്തതെന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ പഠിക്കാനായിട്ട് ഒരു കോളേജിൽ ചേർന്നു. അപ്പോൾ അങ്ങനെ ചേർന്നതിന് പല റീസൺസാണ് ഉണ്ടാവുക, ഒരു റീസൺസ് അല്ല. ആ ഒരു റീസൺ നമുക്ക് കണ്ടെത്താനും പറ്റത്തില്ല. ആ റീസൺ എന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന റീസണാണ്, അത് പേഴ്സണലാണ്. അത് നമുക്കൊരു ഒബ്ജക്റ്റീവ് എന്ന നിലയിൽ നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. അത് പേഴ്സണലി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പം നമ്മളത് മനസ്സിലാക്കണമെങ്കിൽ ഒരു പേഴ്സണെ വോളായിട്ട് മനസ്സിലാക്കി, മൊത്തത്തിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഒരു പിന്നിലുള്ള അതിൻ്റെ കാരണങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ ഒരു അപ്രോച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഓരോ ഇൻഡിവിജ്വലിൻ്റെയും പ്രശ്നങ്ങളെ സെപ്പറേറ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പം അവരുടെ തന്നെ പ്രശ്നങ്ങളായിട്ടാണ് കാണുന്നത്. അത് അയാളുടെ കാഴ്ചപ്പാടുകൾ കൊണ്ടോ ഒക്കെ ഉണ്ടായി വരുന്ന പ്രശ്നങ്ങളാണ്. ഓരോ ഇൻഡിവിജ്വൽ യുണീക്കാണ്, ഡിഫറൻറ്റും ആണെന്നുള്ള ഒരു കൺസെപ്റ്റും കൂടെ ഇത് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനുള്ള ക്രിറ്റിസിസംസ് ഉണ്ട്. ഒന്നാമത്തെ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് സയൻറ്റിഫിക്കാലിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഫിലോസഫി ആയിട്ട് ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ ഡെവലപ്പ് ചെയ്ത് വന്നത്. അതല്ലാണ്ട് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ് വഴിയൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ ബിഹേവിയറിസം നോക്കിക്കഴിഞ്ഞാൽ ആ ബിഹേവിയറിസത്തിൻ്റെ പ്രിൻസിപ്പിൾസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് വന്നത് കൃത്യമായിട്ടുള്ള എക്സ്പെരിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ ഒരു ഫിലോസഫിയുടെ അടിസ്ഥാനത്തിൽ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്ന കാര്യമാണ്. സയൻറ്റിഫിക്കാലിറ്റി കുറവാണ്. ഓവർ എംഫസിസ് ഓൺ പോസിറ്റിവിറ്റി. അതായത് കാൾ റോജേഴ്സ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പോസിറ്റിവിറ്റിയെ പറ്റിയാണ് സ്റ്റഡി ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡൊക്കെ ആണെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അബ്നോർമലായിട്ടുള്ള ആളുകളെ പഠിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ തിയറി ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ കാൾ റോജേഴ്സോ എബ്രഹാം മാസ്ലോ ഒക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റീസ് അല്ലെങ്കിൽ നോർമൽ മനുഷ്യൻ്റെ ക്വാളിറ്റീസിനെയാണ് പഠിക്കുന്നത്. അയാൾക്ക് എങ്ങനെ അത് പ്രശ്നത്തിൻ്റെ റൂട്ട് കോസിലേക്ക് പോകുന്നതിന് പകരം എങ്ങനെയാണ് അയാളുടെ പ്രശ്നം പരിഹരിക്കാം എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം മനുഷ്യൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് മനുഷ്യനെ സംബന്ധിച്ചുള്ള ചില ഫിലോസഫിക്കൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചില കൺസെപ്റ്റുകൾ മുന്നോട്ട് വെച്ചു. അതാണ് നമ്മൾ ഈ പോസിറ്റിവിറ്റി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സെൽഫ് ആക്ച്വലൈസ് ചെയ്യാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയുള്ള മനുഷ്യനെ കുറേ കൂടി വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പിന്നെ റിജക്റ്റിംഗ് ഓഫ് ഡിറ്റർമിനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം,
സൈക്കോ അനലിറ്റിക്കൽ തിയറിക്കകത്ത് പറയുന്നുണ്ട്, അൺകോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ ഇപ്പോഴത്തെ ബിഹേവിയറിന് കാരണമെന്ന് പറയുന്നത്. ഇതൊരു ഡിറ്റർമിനിസ്റ്റിക് അപ്രോച്ചാണ്. അതായത് അൺകോൺഷ്യസ് മൈൻഡിലുണ്ടാവുന്ന നമ്മുടെ കുട്ടിക്കാലത്തെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ഈഗോ, സൂപ്പർ ഈഗോ, ഇവ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ, ഇവയൊക്കെയാണ് നമ്മുടെ ബിഹേവിയറിന് കാരണമാകുന്നു എന്ന് പറയുന്നത്. ഇതൊരു ഡിറ്റർമിനിസമാണ്. പക്ഷേ ഈ ഒരു തിയറിക്കത് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരാളുടെ ഫ്രീ വില്ലാണ്, അയാൾ തന്നെയാണ് കോൺഷ്യസ്ലി തീരുമാനിക്കുന്നത് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. അതല്ലാതെ വേറൊരു ഫാക്ടറും അല്ല, പ്രീ ഡിറ്റർമൈൻഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഡിറ്റർമിനൻസത്തെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നെഗ്ലക്റ്റ് ദ ആനിമൽ റിസർച്ച്. അപ്പോൾ ഇത് ആനിമൽസിലൊന്നും റിസർച്ചോ കാര്യങ്ങളൊന്നും നടത്തിയിട്ടുണ്ടാക്കിയൊന്നും തെറാപ്പിയോ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റോ അല്ല ഇതിൻ്റെ പല കൺസെപ്റ്റുകളും. പകരം ഒരു ഫിലോസഫി ബേസാണ് ഉള്ളത്. പിന്നെ വേഗ് കൺസെപ്റ്റ്, പല കാര്യങ്ങളിനകത്ത് ഒരു വേഗ്നെസ് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ക്രിറ്റിസിസംസാണ് ഈ ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിനകത്ത് ഉള്ളത്. അപ്പം ഈ ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ.